എങ്ങനെയുണ്ട്? നമ്മുടെ ടാറ്റയുടെ കറവ് വന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവിനെ വിളിച്ചതാണ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പെട്ടെന്ന് വന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് ചോദിച്ചപ്പോൾ വന്നതാണ്. അപ്പോൾ വണ്ടി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഉണ്ട്. പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, എന്നിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് എടുക്കുന്നുണ്ട് വണ്ടി. എങ്ങനെയുണ്ടാ വണ്ടി? ഇതിന് ആക്സിലേറ്ററും ബ്രേക്കും മാത്രമല്ല. ഓടിക്കണ്ട? ബ്രേക്കപ്പ് ചെയ്താണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതാണ് ഈ ഷിഫ്റ്റർ എന്നാണ് പറയാന്. ആ ഷിഫ്റ്റർ വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ഇടാം. ഡ്രൈവ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് മുന്നേ കാലം ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. ഹാൻഡ് ബ്രേക്ക്, ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ആണ്. ഇതാണ് ഹാൻഡ് ബ്രേക്ക്, അതല്ലേ ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ആണ്. അത് ഓണായി. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിലിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആവും. എൻ്റെ ബൂട്ട് ഒന്നും കാണിക്കില്ല. ബ്രോ ആണെങ്കിൽ മെസ്സേജ് അയച്ചണോ? ഞാൻ മെസ്സേജ് ചെയ്തു. ഇത്ര സ്പേസ് ഉണ്ടോ? നമുക്ക് ഫുള്ളി ഫോൾഡ് ചെയ്യാം സീറ്റ്. അതെ, ഫ്ലാറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഒന്നുകൂടിയും കൂടുന്നു. അതായത് അടിയിലിരിക്കുന്ന സീറ്റ്സ് മടക്കിയിട്ട് നമുക്ക് ഈ സീറ്റ് ഫുള്ള് 60-40 നമുക്ക് ഫോൾഡ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഫ്ലാറ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മൾ എങ്ങനെ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴേ മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ ലഗേജ് നമ്മളെല്ലാം നമുക്ക് ലഗേജ് പോകാൻ പറ്റും. ആവശ്യത്തിന് വലിപ്പമുണ്ട്. കെടുക്കാനും പറ്റൊക്കെ സീറ്റ് ഫുള്ളായിട്ട് ഫോൾഡ് വെച്ച് നമുക്ക് എന്തൊരു നോക്കണേ. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടായ? ഗംഭീര സാധനം. എന്തൊരു നോക്കണേ. നേവിഗേഷൻ കാണിക്കൂലേ ഇത്? ഇതിലേക്ക് ആക്കാൻ പറ്റുമോ? നമുക്ക് സോളോ ഡ്രൈവ് ഒക്കെ ആണെന്ന് കൂടുതൽ നമ്മൾ ക്ലസ്റ്റർ നോക്കിയിട്ടാവും ഡ്രൈവ് ചെയ്യാം. അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് എപ്പോഴും അതിലേക്ക് മാത്രമായിട്ട് നോക്കാൻ പറ്റും. ഓടിക്കണ്ട? ഞാൻ ഓടിക്കുന്നൊന്നും ഇറങ്ങി ഞാൻ ഓടിച്ചിട്ട് വരാം. സോരിടാ സല്ലടാ പോയി. കേറിക്കോ, എല്ലാരും കേറ്. നിങ്ങക്ക് ഇനി ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് വേറെ ഉണ്ടോ? ഇല്ല, ഈ ഷോറൂം അവിടെ മാത്രമായില്ല. ഇപ്പൊ അവിടേക്ക് മാത്രമായി. നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പോ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മള് ഡ്രൈവിലേക്ക് ഇടുന്നു. ഈ ഷിഫ്റ്ററാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ മാറില്ല, സൗണ്ട് വരും. ബട്ടൺ ഞെക്കിയിട്ട് വേണം ഡ്രൈവിലേക്ക് ഇടാം. ബട്ടൺ ഞെക്കിയിട്ട് നമ്മൾ ഡ്രൈവിലിടുമ്പോ സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി അനങ്ങില്ല. കണ്ടോ? ഹാൻഡ് ബ്രേക്കിൽ ആയ കാരണമാണ് അത്. അതല്ല, നമ്മള് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പോവും. അപ്പൊ പിന്നെ ഇലക്ട്രിക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പാർക്ക് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക് ആയി. നമുക്ക് മാനുവലായിട്ട് നമ്മുടെ വണ്ടിയിൽ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് നമ്മള് ഇങ്ങനെയല്ല, ലിവർ ഇരിക്കുന്നതല്ല. അതാണ് നമുക്ക് ഇവിടെ ഇലക്ട്രിക് ആയിട്ട് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് അപ്ലൈ റിലീസ് ചെയ്തു. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മനസ്സിലായി. വണ്ടി ഓടിക്കണ സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വീണ്ടും കാലോടത്താ പോവും. ബ്രേക്കിൽ നിർത്തിയിട്ട് അതല്ല, വണ്ടി സ്ലോ ആവുമ്പോഴേ നമ്മള് ബ്രേക്കിൽ നിർത്തിയിട്ട് എടുക്കാനേ. അങ്ങനെ നിർത്താണെങ്കിൽ നമ്മള് ബ്രേക്ക് ഒന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ തന്നെ മൂവിങ്. ബാക്കിലേക്ക് ഇറങ്ങില്ലേ വണ്ടി? ബാക്കിലേക്ക് ഇറങ്ങില്ല. ഇല്ലല്ലേ? ഓക്കെ. ഇതിപ്പോ തന്നെ
നമ്മൾ ഇതിൽ തന്നെ ബ്രേക്ക് മാത്രമാണ് കാല് വെച്ചിട്ടുള്ളൂ. ഞാൻ ബ്രേക്കിന്റെ കാലെടുത്തു, വണ്ടി മൂവ് ആവും, തന്നെ മൂവ് ആവും. അതെ, ക്രീപ്പ് ഫംഗ്ഷൻ എന്നാണ് അതിനെ പറയാ. ഒരു ചെറിയൊരു സ്പീഡിൽ പോകും. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് എക്സൈറ്റർ കൺട്രോൾ ചെയ്യണം. അത് ബ്ലോക്കിലൊക്കെ പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. കാരണം മുമ്പിൽ വണ്ടികളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് മാറ്റി ക്ലച്ച് മാറ്റി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്യാം. സ്പീഡ് കൂട്ടണമെങ്കിൽ മാത്രം എക്സൈറ്റർ കൊടുക്കുക. സീറ്റ് ബെൽറ്റ് ഇടും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇൻ വ്യൂ ആണ് നമുക്ക് വരുന്നത്. കാരണം നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോ നമ്മുടെ മിററിൽ കാണാൻ പറ്റാത്തൊരു പോർഷനാണ് നമുക്ക് ഇതിൽ കാണാം. ബ്ലൈൻഡ് മോണിറ്റർ എന്നാണ് അതിനെ പറയാ. നോർമൽ അല്ല, അങ്ങനെ ഇട്ട് വെച്ചോ, നോർമലായിട്ട് ഇട്ട് വെച്ചോ. അല്ലടാ ഷവർ മറ്റോളം പേടില്ല, സേഫ്റ്റി ആയിട്ടത്. ഞങ്ങള് സേഫ്റ്റി നോക്കണവരാണ്ടല്ലേ. സെന്ററിലുള്ള ആള് ഇട്ടോ, എല്ലാവരും ഇട്ടിട്ടില്ലല്ലോ. ഇതില് കാണിക്കും ആരൊക്കെ ഇടാത്തന്ന്. നേരത്തെ കണ്ടു ഞാൻ. അതാണോ സെന്ററിൽ എഴുതി കാണിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നോർമൽ. നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. 3 ഡ്രൈവ് മോഡ്സ് എന്ന് പറയുമ്പോ സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്സ് മോഡ്. 3 ഡ്രൈവ് മോഡ്സ് ആണ്. ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് സിറ്റി മോഡിലാണ് വരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിറ്റി മോഡിലാണ് വരാം. സിറ്റി മോഡ് എന്ന് പറയുമ്പോൾ നോർമൽ പെർഫോമൻസ്, നോർമൽ പവർ കാര്യങ്ങളൊക്കെ നമുക്ക് സിറ്റി മോഡിൽ വരും. പിന്നെ നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്കണോമി ഡ്രൈവ് മോഡ് ഉണ്ട്. വണ്ടിയിലെ കുറച്ചുകൂടി മൈലേജ് കൂടുന്നതാണ്, റേഞ്ച് കൂടുന്നതാണ്. ഇപ്പൊ നമുക്ക് 50% ചാർജ് ഉണ്ട്. 184 കിലോമീറ്റർ പോവാനുള്ള റേഞ്ച് ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ സിറ്റി മോഡിലാണ് കേട്ടോ. ഇതിന് ഞാൻ എക്കണോമി ഡ്രൈവ് മോഡായി 195. ഓക്കെ, പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് കുറവ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പവർ കാര്യങ്ങളൊന്നും അധികം വരില്ല. പിന്നെയുള്ളൊരു മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് മോഡാ. അതിലേക്ക് വരുമ്പോ റേഞ്ച് കുറയും, 174 പെർഫോമൻസ് കൂടും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ തന്നെ ലൈൻ ഡിപ്പാർച്ചർ ആണ്. ഞാനിപ്പോ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതില് കാണിച്ചു, മറ്റേ നമ്മൾ ഈ വൈറ്റ് ലൈൻ കവർ ചെയ്തിട്ട് പോകുമ്പോ കാണിക്കും. ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് എന്നാണ് പറയാ. നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കണം. ലൈനിന്റെ അപ്പുറത്തേക്ക് പോകണ്ട വണ്ടി നല്ലതൊക്കെ കാണിക്കും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സ്റ്റിയറിങ് ഡ്രൈവർ അസിസ്റ്റ് ആണ്. നമ്മുടെ സ്പീഡ് കാണിക്കണോ, 30 കിലോമീറ്റർ സ്പീഡിന്റെ ഒരു സെൻസ് കാണിച്ചു. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അതൊക്കെ ഇതില് കാണിക്കും. കാരണം ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. അത് കാരണം നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. 45 സ്പീഡ് കുറയുന്നതിനനുസരിച്ച് പോവും. മനസ്സിലായി. ഒറ്റ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് സ്ട്രൈറ്റ് റോഡ് കിട്ടി. ഇവിടെ വളവാ. ഇത് ആ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റിയറിംഗ് കറക്റ്റ്. നമ്മൾ കൈവിട്ട് കഴിഞ്ഞാലും കറക്റ്റ് ആവും. ഈ ലൈനിൽ ഈ വൈറ്റ് ലൈനുള്ളടത്ത് മാത്രമായിട്ട് അത് ഇതാവും. മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തോ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പോണ വണ്ടി നമ്മള് സ്പീഡ് അനുസരിച്ചിട്ട് നമ്മുടെ വണ്ടിയും അഡാപ്റ്റ് ചെയ്ത് പൊക്കോളും. ആ വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ വണ്ടി സ്ലോ ആവും. ആ വണ്ടി ബ്രേക്ക് കണ്ടോ, ഇതിപ്പോ കണ്ടോ, അവിടെ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത കാരണമാണ് അത്. ഫ്രണ്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കിംഗ് ആയിരിക്കും. ജസ്റ്റ് സാറ് ഓടിച്ച് നോക്കിയോ. ഇത് ലെവൽ റീജനറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട് നമുക്ക്. റീജനറേഷൻ എന്ന് പറയുമ്പോൾ 181 നമ്മൾ ലെവൽ 1 കിടക്കണത്. പിന്നെ ഇവിടെ ഈ പാഡൽ ഷിഫ്റ്റിലാണ് നമുക്ക് റീജനറേഷൻ കൺട്രോൾ ചെയ്യണത്. പ്ലസ് ഇവിടെ, മൈനസ് ഇവിടെയാണ് വരാം. ലെവൽ 2 ആയി. ലെവൽ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലേറ്ററിന്റെ കാലെടുക്കുമ്പോൾ വണ്ടി സ്ലോ ആവും. തിരിച്ച് ചാർജ് കയറണതാണ് അത്. ബാക്കിൽ പെട്ടെന്നൊരു വണ്ടി വന്ന കാരണമാണ് ആ ഇൻഡിക്കേഷൻ. ഞാൻ ലെവൽ 3 കിട്ടും.
പിന്നെ ഇപ്പൊ ഞാൻ ആക്സിഡന്റ് വന്ന കാര്യം എടുക്കുമ്പോൾ ഒന്നുകൂടി സ്ലോ ആവും കണ്ട ആ തിരിച്ച് ചാർജ് കയറും 188 ആ മനസ്സിലായി 195 എക്കോ മോഡ് ഇട്ടപ്പോ. കൊള്ളാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതില്. കുറച്ച് നാവിഗേഷൻ ഉണ്ട്. ഇത് ക്ലാസ് എടുക്കാൻ കുറെ ഉണ്ട്, കുറച്ച് പഠിക്കാണ്ട്. ഞാൻ ഇനി ഡ്രൈവ് ചെയ്തോളൂ. ഇവിടെ നമ്മുടെ ഫ്രണ്ടിലേക്ക് എന്തോരുണ്ട്. വേണേ തിരിച്ചു പോണോ? വന്ന വഴി പോണേ പോവാം. തിരിച്ചോ? ഞാൻ അവിടെ പള്ളിയിലോടും തിരിക്കാം. അപ്പൊ ഇത്രയും ഡ്രൈവ് ചെയ്തതൊക്കെ എയർ ബാഗ് എത്ര 6 ആണ്. 6 ഇതില് നമുക്കൊരു 360 ക്യാമറ ഉണ്ട്. നമ്മളെ എല്ലാ ക്യാമറ, ഏത് ക്യാമറ ലെഫ്റ്റ് ഫ്രണ്ടില് ഫുള്ളാക്കി എടുക്കാം. നമ്മളെ വണ്ടിയിലെ കറക്റ്റ് പൊസിഷൻ ഇല്ല, എവിടെയാണ് എങ്ങനെയാണ് ക്യാമറ ക്യാമറ ഏതാ. പിന്നെയുള്ളത് നമ്മുടെ ഫ്രണ്ടിലത്തെ 2 ടയറാണ്. പെട്ടെന്ന് ബ്രിഡ്ജ് കയറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് അറിയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വേണം വരാൻ, വഴി പറഞ്ഞ് നടക്കാനായിട്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ 2 ടയറും എങ്ങനെയാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വൈറ്റ് ലൈൻ കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കിലത്തെ ആണെങ്കിലും ബാക്കിലത്തെ ടയർ നമ്മൾ ഇറങ്ങിയിട്ട് ഒരാളുടെ സഹായത്തിന്റെ ആവശ്യമില്ലേ? പിന്നെ ഇത് നമ്മളിപ്പോ ഇത്ര അടക്കത്തില് നിർത്തിയേക്കല്ലേ. കറക്കായി ഞാൻ ഡ്രൈവിൽ കിട്ടോട്ടാ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടി EV വണ്ടി ആയി കാരണം തന്നെ നമുക്ക് വണ്ടിക്ക് വേറെ സൗണ്ട് ഇല്ലല്ലോ. വേറെ സൗണ്ട് ഇല്ലേ? ഇപ്പൊ 20 കിലോമീറ്ററിലാണ് നമ്മൾ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് വരും ഫ്രണ്ടിൽ നിന്ന്. ഒരു ആവാസ് എന്ന് പറഞ്ഞൊരു സ്പീക്കർ ഉണ്ട് നമ്മുടെ ബോണറ്റിന്റെ ഉള്ളില്. 20 കിലോമീറ്റർ സ്ലോയില് പോകുമ്പോ മാത്രം അത് സ്പീക്കർ ഓൺ ആവുള്ളൂ, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോ ഹോൺ ഏരിയ ഒക്കെ ഇല്ലേ, നോ ഹോൺ ഏരിയയിലൊന്നും നമ്മള് ഹോൺ അടിക്കാൻ പാടില്ല. വേണ്ടിയാണെങ്കിൽ വേറെ അറിയൂല. അപ്പൊ ആ സൗണ്ട് അതിന് വേണ്ടിയിട്ടാണ് സേഫ്റ്റിയുടെ. അപ്പൊ തന്നെ ഞാൻ ഡോറ് തുറക്കാണെങ്കിൽ തന്നെ നമ്മളിതിൽ കാണിക്കില്ലേ, വേറെ വണ്ടി വരുന്നുള്ളത് കാണും. ലെഫ്റ്റ് യൂസ് ചെയ്യുന്ന ആവശ്യമില്ല. ഇപ്പൊ ബ്രേക്ക് മേക്കാ, ബ്രേക്ക് മേക്കിട്ട് ഡ്രൈവിലേക്ക് ഇടാം. അവിടെ ഞാൻ പറഞ്ഞത് പട്ടനുണ്ട്, ഇങ്ങനെ നമ്മുടേതാ. ഇങ്ങനെ പുറത്താണ് ഇതിനെ പറ്റിക്കല്ലേ. കൊടുക്കും സീറ്റ് ബെൽറ്റ് വിടിയാ. നമ്മൾ ആക്സിഡന്റ് കാലിട്ടാ മതി, വണ്ടി സ്ലോ ആവണില്ല. തിരിച്ച് ചാർജ് ചെയ്യാറുണ്ടാ, വണ്ടി സ്ലോ ആവുന്ന റീജനറേഷൻ ബ്രേക്കിംഗ് എന്നാണ് അതിനെ പറയാ, ആ ഫംഗ്ഷന്റെ പേര്. ആ കയ്യും ആ കാലും വരേണ്ട ആവശ്യമില്ല. കൈ വന്നാലും കുഴപ്പമില്ല, കാല് വരാണ്ടിരുന്നാലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പെഡലിലേക്കാണ് പോവാ. നമ്മുടെ അത്രയും ഫോഴ്സ് നമ്മൾ ക്ലച്ചില് യൂസ് ചെയ്യണ ആ ഒരു ഫോഴ്സിൽ നമ്മൾ കാല് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിൽക്കും. ബാക്കിൽ പറഞ്ഞ വണ്ടി നിൽക്കണമെന്നില്ല, അതുകൂടി ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് ABS ബ്രേക്കിംഗ്, EBD, കോർണർ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാ. അല്ല, അതായത് അവർക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാന്ന്, നമ്മുടെ വണ്ടി നിൽക്കണ പോലെ. അത് മാറ്റണമെങ്കിൽ മാറ്റാന്ന്, അത് മാറ്റാൻ പറ്റില്ലേ. ഇതിപ്പോ കാലത്തേക്ക് കുറച്ചുകൂടി സ്ലോ. മനസ്സിലായി. വളവിലേക്ക് ഇത് ഉണ്ട്.
സെന്ററിലുണ്ട്. ഇപ്പൊ അധികം സ്ലോ ആവുന്നില്ല. ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവുണ്ട് ഓടിക്കുന്നത്. ചെറിയ ഓഫായി. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. ചെറിയ വഴിയല്ല. നമ്മള് ഇതിനിപ്പോ എങ്ങനെ ഇത് മറ്റേ സർവീസും കാര്യങ്ങളൊക്കെ? നമുക്ക് 3 ഫ്രീ സർവീസ് ഉണ്ട് നമുക്ക്. അതായത് ഫസ്റ്റ് സർവീസ് വരുന്നത് 2000 അല്ലെങ്കിൽ 2 മാസം. സെക്കൻഡ് സർവീസ് വരുന്നത് 7000 അല്ലെങ്കിൽ 6 മാസം. തേർഡ് സർവീസ് വരുന്നത് 15 അല്ലെങ്കിൽ 1 കൊല്ലത്തിൽ. അപ്പോ രണ്ടാമത്തെ സർവീസിൽ നമുക്ക് മോട്ടറിന് ഒരു ഓയിൽ ഉണ്ട്. ആ ഓയിലിന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഏകദേശം ഒരു 1500 അപ്പോ അതിലൊരു 1500-2000 താഴെ വരുള്ളൂ മോട്ടറിന്റെ ഓയിലിന്. അതാണ് ആകെ കൂടി വണ്ടി. ഓഫറും കാര്യങ്ങളുണ്ട്. അപ്പൊ ബുക്കിംഗ് വെയിറ്റിംഗ് ആണ് വണ്ടി. എത്ര നാള്? ഏകദേശം ഒരു 6 to 8 വീക്സ് ആണ്. നമ്മൾ ഓരോരോ വേരിയന്റ് വ്യത്യാസം വരും. ഇതേത് വേരിയന്റ്? ഫുൾ ഓപ്ഷൻ ആണ്. ഫുള്ള്. ഇതെങ്ങനെയാ വരുന്നത്? ഇതിൽ വരുമ്പോ ലെവൽ 2 അഡാസ് ആണ് നമ്മൾ വരുന്നത്. അഡാസ് ഉള്ളതാണെങ്കിൽ ഏകദേശം 24-89 വരും. അതല്ലെങ്കിൽ 23-49 വരും. അഡാസ് വേണ്ടെന്നുണ്ടെങ്കിൽ. മൈലേജ് കൂടുതൽ അല്ല, മൈലേജ് അല്ല, ഡ്രൈവർ അസിസ്റ്റ് ആണ്. നമ്മളെ ഞാനിപ്പോ കാണിച്ചത് സ്റ്റിയറിംഗിന്റെ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ബാക്കിൽ വരുന്ന വണ്ടി, അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ആവാസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇതൊക്കെ വരുന്നതാണ്. ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് അതൊക്കെ കാണിക്കും നമുക്കിതില്. അതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ബോണസ് ഒന്നുമില്ല, എക്സ്ചേഞ്ച് ബോണസ് ഒന്നുമില്ല. വണ്ടി ബുക്കിംഗ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് മറ്റേ സൺറൂഫ്, വോയിസ് അസിസ്റ്റഡ് സൺറൂഫ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൂഡ് ലൈറ്റിംഗ് വരുന്നുണ്ട്. സൺറൂഫിന്റെ അവിടെ ലൈറ്റുകളുണ്ടോ? പാട്ടൊക്കെ പാടിയ അതിന്റെ മറ്റേ സൗണ്ട് കളിക്കും. നല്ല വരും. ഇത് മറ്റേ പാട്ടനുസരിച്ച് വരും. അത് കുറച്ച് ടൈറ്റ്. ഹേയ് ടാറ്റാ, ഓപ്പൺ സൺറൂഫ്. Say a command. Open sunroof. Say a command. Cancelled. Hey Dada. Open sunroof. Sure. Opening sunroof. Panoramic sunroof. ക്ലോസ് ചെയ്യാനും അതേപോലെ പറഞ്ഞാൽ മതി. അതല്ലാണ്ട് മാനുവലായിട്ട് ചെയ്യാറില്ല. ഇവിടെ അല്ലേ തുറക്കണമെങ്കിൽ ഇവിടെ തന്നെ. ലൈറ്റ് വരുന്ന ഏതാ? ഈ രണ്ട് സൈഡിലും. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ കാണണല്ലോ. ഇവിടെ കാണുന്നുണ്ടോ? അവിടെ കാണാണ്ട്. അത് നമുക്ക് ഇതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യും കാര്യങ്ങളൊക്കെ. JBL അല്ലേ വരണേ? JBL വരണം. നമ്മളല്ലാതും അങ്ങനെ തന്നെ വരണം. ഹാർമണ്ട് കളർ മാറ്റണാണോ? ഇവിടെ കളർ മാറിണ്ട്. അല്ല, ആ ഒരു വണ്ടി ഫ്രണ്ടിലൊന്നും കാണിക്കണല്ലേ? സേഫ്റ്റി അതാണ് പറഞ്ഞത്. അതാണ് അഡാസ്. അതിപ്പോ ആ സൈഡിക്ക് ആക്കാല്ലേ? അങ്ങനെയാണെങ്കിലും വേണ്ട. ബമ്പു
സറൗണ്ടിങ് സിസ്റ്റം വയർലെസ് ചാർജിങ് ഫോൺ വെച്ച് ചാർജ് ആവും. ഏത് ഫോണായാലും ബ്രേക്ക് എടുക്കാലോ. കാൽവിതോ അങ്ങനെ വണ്ടി പോവാണ്. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? പറക്ക ടാറ്റയ്ക്ക് ഒരു പ്രൊമോഷനായി. വണ്ടി സീനാണ്. അവര് പറഞ്ഞ കുറെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലായി, കുറെ ഒന്നും മനസ്സിലായില്ല. വണ്ടി ഓടിക്കാൻ സെറ്റാട്ടോ. ഒരു EV ഓടിക്കണ ഫീലൊന്നും ഇല്ല, ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കണ ഒരു ഫീലാണ്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഇത്. ഈ വണ്ടി ചിലപ്പോഴാണ് ഞാൻ എടുക്കുള്ളൂ. ഞാൻ മഹീന്ദ്രയുടെ വണ്ടി നോക്കുന്നുണ്ട്, എടുക്കാനൊന്നുമല്ല, ഒന്ന് നോക്കിയിട്ട് നടക്കുകയാണെങ്കിൽ എടുക്കുള്ളൂ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഇഷ്ടമായി എടുക്കുക. നല്ല വണ്ടിയാണ്, EV പിള്ളേര് നല്ല വണ്ടിയാണ്. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോ വരുന്നേക്ക് ടേക്ക് കെയർ, ബൈ.